എന്ത് കോഴ്സാണെങ്കിലും നമുക്ക് ആ കോഴ്സിൻ്റെ ഫുള്ള് ഫീസ് നമ്മുടെ ഹോസ്റ്റൽ ഫീസ് പോലത്തെ എല്ലാ സംവിധാനങ്ങളും മുഴുവനായിട്ടും അത് റീഇംബേഴ്സ് ചെയ്ത് തരാനുള്ള സംവിധാനം അതിനുള്ള സ്കോളർഷിപ്പും നിലവിലുണ്ട്. ഈ അടുത്ത കാലത്ത് ഈ പെൻഷൻ ഒരു രാഷ്ട്രീയ ആയുധമാകുന്നുണ്ട്. ഈ വീട്ടിൽ പോയി പെൻഷൻ കൊടുക്കുന്നത് ചില സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ ആഘോഷിക്കലുണ്ട്. അതെങ്ങനെയാണ് നടക്കുന്നത്? ഒരാൾക്ക് 60 വയസ്സായി എന്നുള്ളത് തെളിയിക്കാനുള്ള രേഖ വേണം. അതിന് ആധാർ പോരാ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോയുടെ ജനക്ഷേമ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. അക്ഷയ കേന്ദ്രങ്ങൾ നടത്തുന്ന വിവിധ സേവനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിലായി നമ്മൾ സംസാരിച്ചത്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഒരുപാട് സംവിധാനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടന്നു വരുന്നുണ്ട്. ചിലതൊന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ പെൻഷൻ എന്ന ഒരു പേര് വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ വരെ വരുത്തുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള പെൻഷനുകൾ ഇന്ന് ലഭ്യമാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്കും അങ്ങനെ പ്രത്യേക ആവശ്യതകൾ അനുഭവിക്കുന്നവർക്കും അങ്ങനെ നിരവധി പെൻഷനുകളുണ്ട്. നമുക്കിന്ന് പെൻഷനുകളെക്കുറിച്ച് സംസാരിക്കാം, അതിനെക്കുറിച്ച് പഠിക്കാം, അതിൻ്റെ സംശയങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കാം. കൂടുതൽ ആളുകൾക്ക് ഈ പെൻഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എത്തിക്കാൻ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും കഴിയും. നമ്മുടെ കൂടെയുള്ള ഇന്നത്തെ നമ്മുടെ അതിഥി അബ്ദുൽ ജലീൽ സാറാണ്. അദ്ദേഹം വളാഞ്ചേരി പാണർത്തുടി കുടുംബത്തിലെ ഒരു അംഗമാണ്. 18 വർഷമായി വളാഞ്ചേരി ടൗണിൽ അദ്ദേഹം അക്ഷയ കേന്ദ്രം നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. സർ, താങ്കളെ പീസ് റേഡിയോ സ്വാഗതം ചെയ്യുന്നു. പെൻഷൻ വളരെ ഒരു വലിയ ആശ്വാസമാണ്. പക്ഷേ ഈ ആശ്വാസം കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടെ കുറേ പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ചിലരെങ്കിലും അതിൻ്റെ പിന്നീടുള്ള ഫോളോ അപ്പ് ഇല്ലാതെ പോയി അങ്ങനെ പോകുന്നുണ്ട്. നമുക്കെന്തൊക്കെയാണ് പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടുന്ന സംവിധാനങ്ങൾ? അക്ഷയയുടെ റോള് എന്തൊക്കെയാണ് അതിൽ? ബിസ്മില്ലാ, അസ്സലാമു അലൈക്കും. നമ്മുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ ഈ പെൻഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം തന്നെയാണ്. കാരണം പ്രായമാകുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട മെഡിസിൻ പോലത്തെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു ചെറുതാണെങ്കിലും ഒരു വരുമാനം നമുക്ക് കിട്ടുക എന്നുള്ളത് നല്ലൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ നമുക്കിതിലൊരു ഇതായിട്ട് പറയുകയാണെങ്കിൽ ആർക്കാണ് നമുക്ക് ഈ പെൻഷന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിൽ 2-3 തരത്തിലുള്ള പെൻഷൻ ഉണ്ട്. അത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അവർക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ, അതായത് 1 ലക്ഷം രൂപയിൽ താഴെയാണ് അവരുടെ വാർഷിക കുടുംബ വരുമാനം, ഒരു വീടൊക്കെ ഒരു 1000-ത്തിന് താഴെയുള്ള ഒരു അത്യാവശ്യം വലിപ്പമൊന്നുമില്ലാത്ത ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി പെൻഷൻ അപേക്ഷ കൊടുക്കാൻ പറ്റും. അതിൻ്റെ പ്രൊസീജിയർ തന്നെ വളരെ സിമ്പിളാണ്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഒന്ന്, നമ്മളവരെ പ്രായം തെളിയിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരാൾക്ക് 60 വയസ്സായി എന്നുള്ളത് തെളിയിക്കാനുള്ള രേഖ വേണം. അതിന് ആധാർ പോരാ എന്നുള്ളതാണ്. ആധാർ നിർബന്ധമായിട്ടും വേണം. പക്ഷേ വയസ്സ് തെളിയിക്കാൻ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളോ അവരെ സ്കൂൾ എക്സ്ട്രാക്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും രേഖ വേണം. അതില്ലാത്ത ഒരാളാണ്, ഇപ്പോൾ സ്കൂളിൽ പോകാത്ത ആളുകളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മെഡിക്കൽ ഓഫീസർ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ പ്രൈവറ്റോ ഒരു മെഡിക്കൽ ഓഫീസർ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. എനിക്ക് 60 വയസ്സായി, ഏകദേശം പ്രായമായി എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത്. സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയാൽ കിട്ടും. അത് വെച്ച് സൈൻ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഒരു വരുമാന സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റും. അവരുടെ ഒരു ഫോട്ടോ, ഇത്രയും കാര്യങ്ങളെ നമുക്കൊരു അപേക്ഷ കൊടുക്കാൻ ആവശ്യമായ രേഖകളുള്ളത്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ അപേക്ഷിക്കണമെങ്കിൽ വരുമാന പരിധിയുണ്ട്. കുടുംബ വരുമാനം 1 ലക്ഷത്തിൽ താഴെയായിരിക്കണം. പിന്നെ പ്രായം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വേണം. ആധാർ പോരാ. ആധാറും പ്ലസ് പ്രായം തെളിയിക്കാൻ ആധാർ വേണം, പ്ലസ് അതിന് പുറമെ പ്രായം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വേണം. സ്കൂളിൽ നിന്നുള്ള പഴയ എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റോ കിട്ടിയാൽ മതി. പിന്നെ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുന്നത്? അത് അങ്ങനെ ഇത്ര രേഖകളുണ്ടെങ്കിൽ, ഈ 2-3 രേഖകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളവിടുന്ന് അപേക്ഷ, അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അവരുടെ ഏത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ അതിലേക്കാണ് ഈ അപേക്ഷ പോവുക. അപ്പോൾ അവരത് വെരിഫൈ ചെയ്തിട്ട് അവർക്ക് പെൻഷൻ പാസ്സാക്കും. സാധാരണ കേസിൽ ഇപ്പോൾ നമ്മളൊരു അപേക്ഷ കൊടുത്താൽ ഒരു 2-3 മാസത്തിനുള്ളിൽ അവർക്ക് പെൻഷൻ കിട്ടും. അപ്പോൾ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ പെൻഷൻ അവർക്ക് എങ്ങനെ വേണമെന്നുള്ള ചോയ്സ് ഉണ്ട്.
അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന സംവിധാനം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവരുടെ ചോയ്സാണ്. ചിലവർക്ക് പ്രായമുള്ള ആളുകൾ ബാങ്കിൽ പോകാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. അങ്ങനെ അവർ ഏതാ ഓപ്ഷൻ കൊടുക്കുന്നത് വെച്ചാൽ ആ ഓപ്ഷൻ അനുസരിച്ചുള്ള പെൻഷൻ അപേക്ഷ കൊടുത്ത ഒരു 1-2 മാസത്തിനകം അവർക്ക് പൈസ കിട്ടി തുടങ്ങും. അർഹതയുള്ള ഒരാളാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ അർഹതയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ആ പൈസ കിട്ടും. ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികൃതർ അതിന് അന്വേഷണം നടത്തുമോ? എങ്ങനെയാണ് അന്വേഷണം എന്ന് പറഞ്ഞാൽ, സാധാരണ അന്വേഷണം എന്ന് പറഞ്ഞാൽ അതാത് വാർഡ് മെമ്പർമാരുമായിട്ടൊരു അന്വേഷണമാണ് സാധാരണ നടത്താറുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ജെന്യൂൻ ആണോ എന്ന് നോക്കാനുള്ള ഒരു അന്വേഷണം, അത്രയുള്ളൊരു അന്വേഷണം ഉണ്ടാവുള്ളൂ. അതിലപ്പുറമല്ല. പക്ഷേ നമ്മളിപ്പോൾ പറയുമ്പോൾ ഏതൊരു സ്കീമിനും അതിൻ്റേതായ സുതാര്യത ഉണ്ട്. നമുക്ക് അതിൻ്റെ ലീഗലായിട്ട് അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ ക്രൈറ്റീരിയയിൽ ഉള്ള ആളുകൾക്ക് അവർക്കാണ് സാമ്പത്തിക സഹായം വേണ്ടതും. അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മൾ സത്യസന്ധമായിട്ട് കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് മാത്രമേ അർഹതയുള്ളൂ. അവർക്കാണ് അർഹതയുള്ളൂ, അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു പെൻഷൻ വരുന്നത്. മറ്റൊരു പെൻഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ വീട്ടിൽ കഠിനമായിട്ടുള്ള അസുഖങ്ങൾ, ക്യാൻസർ പോലത്തെ അങ്ങനത്തെ കിഡ്നി പേഷ്യൻറ്റുകൾ, ഡയാലിസിസ് ഒക്കെ ആയിട്ട് ആഴ്ചയിൽ 1-2 ദിവസം ഡയാലിസിസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്രയാസമുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പെൻഷന് വേണ്ടി അപേക്ഷ. അപ്പോൾ പ്രായം അവിടെ പ്രശ്നമല്ല. നമ്മൾ അതിനുള്ള മതിയായ രേഖകൾ, നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. ആവശ്യത എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ആവശ്യത? പ്രധാനപ്പെട്ടും ഗവൺമെൻറ് അംഗീകരിച്ച കുറച്ച് അസുഖങ്ങളുണ്ട്. അതായത് അതിൽ വരുന്ന ഒന്ന്, ഹൃദയ സംബന്ധമായിട്ട് സർജറിയൊക്കെ ചെയ്താലും മാറാത്ത അസുഖങ്ങളുണ്ടാവും. വാൾവ് സംബന്ധമായിട്ടുള്ള ഇങ്ങനെ ലോങ് ലൈഫായിട്ട് ഇങ്ങനെ നമ്മളെ മരണം വഴി നമ്മളെ തുടർന്ന് പോകുന്ന അസുഖങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള അസുഖങ്ങൾ, ഇപ്പോൾ ഈ വാൾവ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ അസുഖങ്ങൾ. അതല്ലെങ്കിൽ പിന്നെ കാര്യമായിട്ടും വരുന്നത് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി പേഷ്യൻ്റാണ്. ഇതാണ് പ്രധാനപ്പെട്ട 3 കാറ്റഗറി. അല്ല താൽക്കാലികമായിട്ടുള്ളതല്ല. അപ്പം അങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷന് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ വരുന്നത് വിധവകളാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞു, വളരെ ചെറുപ്പത്തിൽ തന്നെ ചിലപ്പോൾ ഒരു 10-40 വയസ്സായപ്പോഴത്തേനും ഭർത്താവ് ഇല്ലാതായി, നഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് വേറെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അവർ ഓരോ വർഷത്തിൽ അവർ വേറെ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള, പുനർവിവാഹം ചെയ്യാത്തവർക്കേ കിട്ടുള്ളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു, വിധവയാണ്, അടുത്ത വർഷം പിന്നെ വേറെ വിവാഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. അല്ലാത്ത കേസിലാണ് നമുക്ക് ആ പെൻഷൻ ആനുകൂല്യം കിട്ടുക. അവർക്ക് മക്കളുണ്ടെങ്കിൽ അവരെ കുടുംബ വരുമാനമാണ് നമ്മൾ നോക്കുക. 1 വർഷത്തിൽ താഴെ റേഷൻ കാർഡിലെ വരുമാനം 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അവർക്ക് ആ പെൻഷൻ കിട്ടും. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ ഒരു നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും. കാരണം ഇപ്പോൾ ചില സമയം ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ഒരു ചെറിയ വരുമാനം ചെറുതാണെങ്കിലും അവർക്കൊരു ഒരു തണൽ തന്നെയാണത്. സ്വന്തമായി മരുന്ന് വാങ്ങാൻ, അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നടത്താനുള്ള മറ്റുള്ള ആളുകളുടെ ഒരു സഹായം ഇല്ലാതെ തന്നെ അത് എന്തായാലും ഒരു വലിയ ധൈര്യമാണ് അവർക്ക് നൽകുന്നത്. ഈ അടുത്ത കാലത്ത് ഈ പെൻഷൻ ഒരു രാഷ്ട്രീയ ആയുധമാകുന്നുണ്ട്. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് നേരിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളോ അങ്ങനെ സ്ഥാപനങ്ങളിലോ ആയിട്ട് ലിങ്ക് ചെയ്യുക. ഈ വീട്ടിൽ പോയി പെൻഷൻ കൊടുക്കുന്നത് ചില സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ ആഘോഷിക്കലുണ്ട്. അതെങ്ങനെയാണ് നടക്കുന്നത്? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതായത് ഈ വാർഡ് മെമ്പർമാരെയൊക്കെ ചുമതലപ്പെടുത്തും. കാരണം നമ്മൾ അവർ കൊടുക്കും, നമുക്ക് വീട്ടിൽ നേരിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ വാർഡ് മെമ്പർമാർ ആണ് പിന്നെ എന്ത് ചെയ്യുക? ആ ക്യാഷ് കളക്ട് ചെയ്തിട്ട് ഇവരെ കയ്യിൽ കൊടുക്കുക. അതല്ലെങ്കിൽ അംഗൻവാടി, തൊട്ടടുത്തുള്ള അംഗൻവാടി ടീച്ചർമാർ, ഇങ്ങനെ അവർ മുഖേനയാണ് അതിൻ്റെ സപ്ലൈ വരിക. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാറ് ചില ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, നിർബന്ധിച്ച് എല്ലാവരെയും ആ ഓപ്ഷനിലേക്ക് മാറ്റും. ബാങ്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ നമ്മളൊരു ഏരിയയിൽ, ഇപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയമായിട്ട് എനിക്കത് ആയുധാക്കണം, ഈ ആനുകൂല്യം ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യം ഇതെൻ്റെ പാർട്ടിയുമായിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ മനഃപൂർവ്വം എന്ത് ചെയ്യണം, എല്ലാവരെ കൊണ്ടും ഡയറക്റ്റാക്കി എന്നിട്ട് ഞാൻ വിതരണം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ സംവിധാനം വിതരണം ചെയ്യുന്ന പോലത്തെ രീതിയിലേക്ക് മാറ്റണം. ഗവൺമെൻറ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു സുതാര്യമായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കൊടുക്കാനൊക്കെ പറ്റും. അതിപ്പോൾ എല്ലാ മേഖലയിലും അതിൻ്റേതായ മിസ്യൂസ് നടക്കുന്നുണ്ടല്ലോ. അതായിരിക്കാം ഒരു പക്ഷേ അങ്ങനെയുള്ള ബിസിനസ്സും. അതെ, അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വാർദ്ധക്യകാല പെൻഷനുണ്ട്, വിധവ പെൻഷനുണ്ട്, അതേപോലെ സ്പെഷ്യൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കുള്ള പെൻഷനുണ്ട്. ഇത് അപേക്ഷ കൊടുക്കാൻ പ്രത്യേകം കാലയളവുണ്ടോ? പെൻഷനുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 60 വയസ്സുള്ള പെൻഷനാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ ആ പ്രായം പൂർത്തിയായത് തൊട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അതിന് പ്രത്യേക ഒരു അവസാന തീയതിയോ അല്ലെങ്കിൽ തുടങ്ങുന്ന തീയതി അങ്ങനെയൊന്നുമില്ല. ഡിസബിലിറ്റിക്ക് വരുന്ന പെൻഷനുണ്ട്, കുട്ടികൾക്ക് വരുന്ന
അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിസബിലിറ്റിക്ക് ഒരു കാർഡ് ഗവൺമെൻറ് കൊടുക്കും. അതായത് ഒരു UDID കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഡിസബിലിറ്റി ആയ ഒരാളാണെങ്കിൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ നമ്മൾ പറയുകയാണ്, ഒരു വീട്ടിലൊരു ഡിസബിലിറ്റി ഉള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് ആധാർ നിർബന്ധമായിട്ട് എടുക്കണം. ആ ആധാർ വെച്ചിട്ട് അവർക്കൊരു ഡിസബിലിറ്റി കാർഡിന് വേണ്ടി അപേക്ഷ കൊടുക്കണം. അപ്പോൾ ഡിസബിലിറ്റി കാർഡിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവരെ അതാത് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് അവർ വിളിക്കും. മെഡിക്കൽ ബോർഡ് മെഡിക്കൽ ബോർഡ് താലൂക്ക് ഹോസ്പിറ്റലുകളിലാണ് ഉണ്ടാവുന്ന സംവിധാനം. എന്നിട്ട് അവരെ പരിശോധിച്ചിട്ട് അവർക്ക് എത്ര പെർസെൻറ്റേജ് അവരെ ഡിസബിലിറ്റി ആണെന്നുള്ളത് രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു കാർഡ് കിട്ടും. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കിട്ടും, ഒരു UDID കാർഡ് എന്നിട്ട് ഒരു ഐഡൻറ്റിറ്റി കാർഡും കിട്ടും. ഈ കാർഡ് ഉണ്ടെങ്കിലാണ് അവർക്ക് ഭാവിയിലുള്ള എല്ലാ ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനത്തെ ആനുകൂല്യങ്ങളെല്ലാം അപേക്ഷിക്കണമെങ്കിൽ ഫസ്റ്റ് ചോദിക്കുന്ന കാരണം UDID കാർഡാണ്. അപ്പോൾ ആ കാർഡ് ഉള്ള ഒരാൾക്ക് നമുക്ക് പെൻഷൻ കൊടുക്കാം. സ്വാഭാവികമായിട്ടും നമുക്ക് പെൻഷന് കൊടുക്കാൻ പറ്റും. അവർക്ക് പെൻഷൻ മാത്രമല്ല, അവർക്ക് വിദ്യാഭ്യാസ സഹായങ്ങളൊക്കെ പഞ്ചായത്തിലൊക്കെ പ്രത്യേക ഫണ്ടുകളുണ്ട്. അവർക്ക് പഠിക്കാൻ, അങ്ങനത്തെ ഇപ്പോൾ ഈ മെൻ്റലി ഒക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ പഠിക്കാനൊക്കെ ഒരുപാട് ഫീസുകളൊക്കെ നമ്മൾ ഏത് കോഴ്സിന് പോവുകയാണെങ്കിലും അവർ ആ പഠിക്കുന്ന കോഴ്സിൻ്റെ ബില്ല് നമുക്ക് ആ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് അരച്ച് അവർ റീംബേഴ്സ് ചെയ്ത് തരും. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് കൂട്ടത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു പെൻഷനും അവർക്ക് പെൻഷനും ഉണ്ട്, ഈ ഇതായിട്ടുള്ള പെൻഷനും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതാണ് പിന്നെ നമ്മളിതിൽ കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കാണ് വരുന്നത്. പെൻഷനുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾക്ക് അറിയുന്നുണ്ട്. അതേപോലെ തന്നെ സ്കോളർഷിപ്പുകളും കുറേ ഉണ്ട്. അത്ര ചിലർക്കെങ്കിലും അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടി പറയാം നമുക്ക്. സ്കോളർഷിപ്പിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിദ്യാർത്ഥികളുമായിട്ടാണ് കാര്യമായിട്ട് സ്കോളർഷിപ്പ് വരുന്നത്, പഠനവുമായി ബന്ധപ്പെട്ടിട്ട്. ഇന്ന് സാഹചര്യം നമുക്കിപ്പോൾ കുട്ടികൾക്ക് ഏത് ഉയർന്ന വിദ്യാഭ്യാസമാണെങ്കിലും അത് സ്കൂൾ തലങ്ങളിൽ പഠിക്കുകയാണെങ്കിലൊക്കെ അവർക്കുള്ള സാമ്പത്തിക സഹായമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു വർഷമായിട്ട് കുറച്ചും കൂടെ വിപുലമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ ആദ്യം നമുക്ക് ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ മുസ്ലിം, ക്രിസ്ത്യൻ, അങ്ങനെ ബുദ്ധ, അങ്ങനെയുള്ള ന്യൂനപക്ഷം ഉണ്ടല്ലോ, ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്നൊരു സ്കോളർഷിപ്പാണ്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ അതിൽ എല്ലാ OBC ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്കോളർഷിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്ത് കോഴ്സാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു ഉയർന്ന കോഴ്സ്, ഇപ്പോൾ ഒരു IIT പോലെ NIT പോലെ എന്ത് കോഴ്സിന് പോവുകയാണെങ്കിലും നമുക്ക് ആ കോഴ്സിന് ചേർന്നാൽ നമുക്ക് ആ കോഴ്സിൻ്റെ ഫുള്ള് ഫീസും നമ്മുടെ ഹോസ്റ്റൽ ഫീസ് പോലത്തെ എല്ലാ സംവിധാനങ്ങളും മുഴുവനായിട്ടും, അത് എത്ര ലക്ഷം ആണെങ്കിലും 2 ലക്ഷം വരെ, ഒരു വർഷം 2 ലക്ഷം രൂപ വരെയുള്ള ഫീസാണെങ്കിൽ അത് റീംബേഴ്സ് ചെയ്ത് തരാനുള്ള സംവിധാനം, അതിനുള്ള സ്കോളർഷിപ്പും നിലവിലുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അവർക്ക് പഠനത്തിൽ ഒരു വർഷം 1000 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ഒരു പഠന സഹായമായിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ അത് സ്കോളർഷിപ്പ് പലതരത്തിലാണ്. നമുക്ക് ഒരു സ്കോളർഷിപ്പേ കിട്ടുള്ളൂ. ഒരു കുട്ടിക്ക് ഒരു ആധാർ വെച്ച് നമ്മൾ അപേക്ഷിക്കുമ്പോൾ എല്ലാ സ്കോളർഷിപ്പും കൂടെ നമുക്ക് കിട്ടില്ല. ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അപ്പോൾ നമ്മൾ നോക്കുന്ന കോഴ്സുകൾ, നമ്മൾ നല്ല ഫീസൊക്കെ വരുന്നൊരു കോഴ്സാണെങ്കിൽ നമുക്ക്, അപ്പോൾ ഏതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ PM പ്രധാനമന്ത്രിയുടെ ഒരു പോസ്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെറിറ്റ് കമ്മീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഫുള്ള് ഫീസ് നമുക്ക് റീംബേഴ്സ് ചെയ്ത് കിട്ടും. മുഴുവൻ ഫീസും തിരിച്ചു കിട്ടും. ഫുള്ളും ഫീസും ഉണ്ട്. 2 ലക്ഷം രൂപ വരെ. 2 ലക്ഷം വരെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതാണോ നമ്മളെ ഫീസ് എന്ന് വെച്ചാൽ 2 ലക്ഷത്തിൽ കൂടുതലാണ് ഫീസ് വെച്ചാൽ ആ 2 ലക്ഷം വരെ കിട്ടുള്ളൂ. താഴെയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഫീസും നമുക്ക്. പൊതുവെ ഇതിനൊക്കെ വരുമാന പരിധി ഉണ്ടോ? 2.5 ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ വരുമാന പരിധി. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ട്. അത് പ്രത്യേകിച്ച് പറയുമ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ ആണെങ്കിൽ ചിലപ്പം പ്രയാസമായിരിക്കും കിട്ടാൻ. അല്ലാത്ത ആളുകൾക്ക്, ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഇല്ലെങ്കിലും കാര്യങ്ങൾ നടന്നു പോകും. നമുക്ക് വരുമാനം കുറവുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്കത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ ആനുകൂല്യം എടുക്കാൻ. അപ്പോൾ ഒരു തൊട്ടടുത്തുള്ള അക്ഷയയിൽ ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ കൊടുക്കാനുള്ളൊരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി നമ്മളൊരു ഉയർന്ന ക്ലാസ്സിന് ഇപ്പോൾ 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ വലിയ ചിലവുണ്ടാവില്ല, 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് പോകുന്നൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിക്ക് തൊട്ടടുത്തുള്ളൊരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അടുത്തുള്ളൊരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അവനക്ക് സൂട്ടായിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ഏതാന്ന് നോക്കിയിട്ട് അതിനെ അപേക്ഷിക്കുന്നത് നല്ലതാണ്. അത് എന്തായാലും പലതരത്തിലുള്ള സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് അവൻ്റെ മാർക്കിന് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് പറ്റുന്നൊരു സ്കോളർഷിപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് ജലീൽ സാർ പറഞ്ഞത്. പ്രീ ഡിഗ്രിക്ക് ഇപ്പോൾ പ്രീ ഡിഗ്രി ഇല്ല, അപ്പോൾ +2 ആണ്. അതേപോലെ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിനാണെങ്കിലും ചേർക്കുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ രേഖകളൊക്കെ ആയിട്ട് പോയിട്ട് ഈ കുട്ടിക്ക് തൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് അനുയോജ്യമായ ഏതെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഒരു സാധ്യത കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും അല്ലാത്തയും കുറേയൊക്കെ സ്വകാര്യ ആളുകളുടെയൊക്കെ സ്കോളർഷിപ്പുകളൊക്കെ കുറേ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എൻട്രൻസിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ. എൻട്രൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലത്ത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ലോ.
ഇപ്പം അതുപോലെയല്ല. അതല്ല ഇപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിങ് മേഖലയിലൊക്കെ ഒരുപാട് എൻട്രൻസ് കോഴ്സുകളുണ്ട്. ഈ എൻട്രൻസിനൊക്കെ പോകുന്നപ്പോൾ നമ്മൾ ഒരു മുസ്ലിം കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ സ്പെഷ്യൽ ഒരു 30,000 രൂപ വരെ ആ എൻട്രൻസ് ഫീ റീഇംബേഴ്സ് ചെയ്യുന്ന സ്കോളർഷിപ്പുകളുണ്ട്. പലർക്കും ഇത് അറിയില്ല. അങ്ങനെ എൻട്രൻസിനൊക്കെ പോകുമ്പോൾ ഫീസ് നമ്മൾ കൊടുക്കണം എന്നുള്ള ധാരണയിലുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ തുക ഫീസ് പേടിച്ചിട്ട് പോകാത്ത കുറേ ആൾക്കാർ പോകാത്തവരുണ്ട്. അപ്പോൾ ഒരു 30,000 രൂപ ഒരു വർഷം ഒരു എൻട്രൻസിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40,000 രൂപയൊക്കെ ഫീസ് ഉണ്ടാവുള്ളൂ. അതിൽ 30,000 രൂപ നമുക്ക് ഗവൺമെൻറ് സഹായം കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇവർ ഈ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സൂട്ടായിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ള ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അന്വേഷിക്കുന്നത് നല്ലതാണ്. കോഴ്സുകളെപ്പോലെ തന്നെ പ്രധാനമാണ് അനുയോജ്യമായിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം കൂടി. തീർച്ചയായിട്ടും. അതിന് രേഖകൾ എന്തൊക്കെയായിരിക്കും? സ്കോളർഷിപ്പിന് സാധാരണ ഈ വാർഷിക വരുമാനം, പിന്നെ അവർ ഏത് നമ്മുടെ ജാതി ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി ബേസിലാണ്. ഇപ്പോൾ NCL എന്ന് പറയും, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടോ കേന്ദ്രത്തിലൊക്കെ വേണമെങ്കിൽ അതിൻ്റെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ ഒന്ന് അവരെ ആധാർ കാർഡ്, സർട്ടിഫിക്കറ്റ്, ഇതിലൊക്കെ എല്ലാ സ്കോളർഷിപ്പിലും അവർ മാർക്ക് പ്രധാനമാണ്. അത്യാവശ്യം ഒരു 50% മാർക്കുകൾ വാങ്ങിക്കണം. ഇപ്പോൾ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ അവർ +2 ബേസ് ചെയ്ത് കിട്ടും. സെക്കൻഡ് ഇയറിൽ കണ്ടിന്യൂ ചെയ്ത് പോകില്ല സ്കോളർഷിപ്പ്, 3 വർഷം വരെ കിട്ടാമല്ലോ. സെക്കൻഡ് ഇയറിൽ ആ കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടുക ഫസ്റ്റ് ഇയറിൽ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ മാർക്ക് ഒരു 50-60% മാർക്ക് ഉണ്ടെങ്കിലേ സെക്കൻഡ് ഇയറിൽ പാസ്സാവുള്ളൂ. അങ്ങനെ അപ്പോൾ അതൊരു ഇതാണ്. കാരണം പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് ഗവൺമെൻറ് പോളിസി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ പിന്നെ ഒരുപാട് കോഴ്സുകൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കലും ഇപ്പോൾ അക്ഷയ വഴി ആണ് കുറേ കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ? എന്തിപ്പോൾ ഈ ഒരു സമയത്തുള്ളൊരു ട്രെൻഡിങ് കോഴ്സുകൾ ഏതൊക്കെയാണ് വരുന്നത്, കൂടുതൽ അപേക്ഷകളൊക്കെ വരുന്നത്? നമ്മൾ പൊതുവായിട്ട് വരുന്നത് ഇപ്പോൾ ടെക്നിക്കലായിട്ട് ഇപ്പോൾ ITI കോഴ്സുകൾക്ക് ഉണ്ട്. പിന്നെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് കൂടുതൽ കുട്ടികളിപ്പോൾ ചൂസ് ചെയ്ത് വരുന്നത്. CMA എന്നൊക്കെ പറഞ്ഞാൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സുകൾ ഇപ്പോൾ നല്ല ട്രെൻഡായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ NIFT, ഇപ്പോൾ ഡ്രോയിങ്ങുമായിട്ട് അതായത് UCID, NID, NIFT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ എൻജിനീയറിങ്ങിൻ്റെ മറ്റൊരു മേഖലയാണ്. ഇപ്പോൾ വാഹനങ്ങളുടെയൊക്കെ എൻജിനൊക്കെ ഡിസൈൻ ചെയ്യുന്ന അതിൻ്റെ ചിത്രം, അതിൻ്റെ ഡിസൈൻ കൊടുക്കുന്ന എൻജിനീയറിങ് ഡിസൈനിങ് അങ്ങനെ കൊടുക്കുന്ന മേഖലയാണ് NID, UCID ഒക്കെ. അതുപോലെ ഇപ്പോൾ വസ്ത്രങ്ങളാണെങ്കിൽ വസ്ത്രങ്ങളുടെയൊക്കെ പാറ്റേൺ, ഡ്രസ്സിൻ്റെ തുണിയുടെ പാറ്റേൺ, ഫാഷൻ ഡിസൈനിങ്ങിൽ പെട്ട ഒരു ടെക്സ്റ്റൈൽ മേഖലകളിലും ഒക്കെ ഉള്ളവരുണ്ട്. അതിനൊക്കെ ഇപ്പോൾ നല്ല എൻക്വയറി ആയിട്ട് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ആ മേഖലയൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം കുറച്ച് ഇതായിട്ട് AI കോഴ്സുകൾ തുടങ്ങിയോ? AI വന്നു. AI പിന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ AI ഉണ്ട്, AI കോഴ്സുകൾ. പക്ഷേ AIക്ക് നമുക്കെന്താ വെച്ചാൽ നമ്മളെ കേരളത്തിലൊന്നും അങ്ങനെ AI ആയിട്ടുള്ള കോഴ്സായിട്ട് അപേക്ഷിക്കാനുള്ളത് വന്നിട്ടില്ല അധികം. ഇപ്പോൾ വിദേശത്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ AIയുടെ ഒരു ഇന്നൊരു കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കുട്ടികളായിട്ട് കാണുന്നില്ല. അങ്ങനത്തെ കോഴ്സുകളായിട്ട് വന്നില്ല. ഇൻഷാ അല്ലാഹ് സമീപ ഭാവിയിൽ വരുന്നുണ്ടാവും. മൊത്തത്തിലൊരു AI കൺട്രോൾഡ് വേൾഡാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ആ ഒരു മേഖലയിലേക്ക് വലിയ താല്പര്യമുണ്ടാവും. നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി വന്നത് കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് നമുക്ക് ചുറ്റും. പലരും അവരെ സഹായിക്കുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുമായിട്ടൊക്കെ. പക്ഷെ അതൊക്കെ ഒരു ചെറിയ കാലമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷെ അല്ലാത്ത സംവിധാനങ്ങളുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും കേരള സർക്കാരിൻ്റെ ആയാലും അതേപോലെ സ്വകാര്യമായിട്ടുള്ള പല ഫൗണ്ടേഷനുകളുടെയൊക്കെ ആയിട്ട്. അത് കണ്ടുപിടിക്കുക, അറിയുക എന്നതും അതിന് അവരെ അപേക്ഷിപ്പിക്കുക എന്നതും അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതും വലിയൊരു സേവനമാണ്. കാരണം അത് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സേവനമായിട്ട് പോകും. അതേപോലെ തന്നെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരുപാട് കോഴ്സുകളുണ്ട്. കോഴ്സുകളെക്കുറിച്ചൊക്കെ ആൾക്കാർ, കുട്ടികളും രക്ഷിതാക്കളൊക്കെ കുറേയൊക്കെ അവെയർഡാണ്, അവർ ബോധവാന്മാരാണ്. പറ്റിയ കോഴ്സുകളൊക്കെ കണ്ടെടുത്ത് അവരതിന് പോകുന്നുണ്ട്. പക്ഷേ കഴിവുള്ള കുറേ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. പ്രധാന സാമ്പത്തികം തന്നെ. അവർക്ക് നിരവധി സ്കോളർഷിപ്പുകളുണ്ട്, അതിനെക്കുറിച്ചും പഠിക്കണം. കോഴ്സുകളെ തിരഞ്ഞെടുക്കുന്നത് പോലെ, സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ വളരെ പ്രധാനമാണ് ഇത്തരം സ്കോളർഷിപ്പുകൾ ഉണ്ടോ എന്നുള്ളത്. ജലീൽ സാർ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി. നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതോടൊപ്പം കോഴ്സിന് ചേരുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ആ കുട്ടിക്ക്, ആ കുടുംബത്തിന് അനുയോജ്യമായ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് ഉണ്ടാവും. അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. കോഴ്സ് കണ്ടുപിടിക്കുന്നതിന് ഇത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ളതാണ്. നമ്മളിന്ന് വിവിധ പെൻഷനുകളെക്കുറിച്ച് സംസാരിച്ചു, വിവിധ സ്കോളർഷിപ്പുകളെക്കുറിച്ച് സംസാരിച്ചു. കുറച്ച്
പുതിയ ട്രെൻഡിങ് കോഴ്സുകളെക്കുറിച്ചും ഒരു പരാമർശമുണ്ടായി. നമ്മുടെ കൂടെയുള്ളത് ജലീൽ സാറാണ്, അബ്ദുൽ ജലീൽ സാർ. വളാഞ്ചേരിയിൽ ദീർഘകാലമായി 18 വർഷത്തോളമായി അക്ഷയ കേന്ദ്രം നടത്തുകയാണ്. നമ്മൾ 3 എപ്പിസോഡുകളോളം അദ്ദേഹവുമായി സംവദിച്ചു. ഇനിയും നിരവധി എപ്പിസോഡുകൾക്ക് ഉള്ള മരുന്ന് ജലീൽ സാറിൻ്റെ അടുത്തുണ്ട്. ഇന്നത്തെ തിരക്കും കാര്യം പരിഗണിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഇന്ന് സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് പിരിക്കാം. നമുക്ക് വീണ്ടും പുതിയ എപ്പിസോഡുകളിൽ പുതിയ വിശേഷങ്ങളുമായി, പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടീം പീസ് റേഡിയോയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ.